ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ സമുദ്രയെ സന്ദർശിക്കുന്ന വാസ്കോ ഡ ഗാമയുടെ ചിത്രമാണല്ലോ ഇവിടെ കാണുന്നത്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തത്, കപ്പിലിറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര ഭാഗമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ കോഴിക്കോട് നഗരത്തിനടുത്തുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കച്ചവടത്തിന് സമ്മതിച്ചിട്ടുണ്ടായില്ല. അതിനെ എതിർപ്പ് കാണിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് 1498 ആഗസ്റ്റിൽ വാസ്കോ ഡ ഗാമയ്ക്ക് കോഴിക്കോട് വിടേണ്ടി വന്നു. അങ്ങനെ യാത്രാമധ്യേ അദ്ദേഹം കോലത്തരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിലിറങ്ങി. അപ്പോൾ കോഴിക്കോട് നിന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കണ്ണൂരിൽ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്യുകയും പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെ പറ്റി കോലത്തിരി വാസ്കോ ഡ ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. വാസ്കോ ഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെ 1499 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ എത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച പ്രതിനിധിയായിരുന്നു അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. സാമൂതിരിയുമായിട്ട് ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിൻ്റെ പ്രതിനിധിയാണ് ഐറിസ് കൊറിയ. എന്നാൽ കോഴിക്കോട്ടെ അറബികളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് സംഘം കൊച്ചിയിലെത്തിയത് 1500 ഡിസംബർ 25-നായിരുന്നു. കൊച്ചിയിലൊരു വ്യാപാരശാല നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി രാജാവ് അവർക്ക് എന്ത് ചെയ്തു, അനുവാദം നൽകുകയും ചെയ്തു. ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. വാസ്കോ ഡ ഗാമയ്ക്ക് കബ്രാളിനു ശേഷം ഇന്ത്യയിലെത്തിയ മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയത് ജാർവാഡനോവ ആയിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് കൊച്ചി യുദ്ധത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്നൊരു സൗഹൃദം കോഴിക്കോട് സാമൂതിരിയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അസ്വസ്ഥനാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് സാമൂതിരി കൊച്ചി രാജാവിന് സന്ദേശം അയച്ചെങ്കിൽ കൊച്ചി രാജാവ് അതെന്ത് ചെയ്തു, നിരസിച്ചു. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങിയതും തുടർന്നുള്ള യുദ്ധത്തിൽ കൊച്ചിയിലെ 3 രാജാക്കന്മാരും മരണപ്പെട്ടു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമായിരുന്നു എളങ്ങുന്നപ്പുഴ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവിക വിഭാഗത്തിന് എന്ത് ചെയ്തത്, നേതൃത്വം നൽകിയത്. ആ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ അൽബുക്കർക്ക്. ഫ്രാൻസിസ്കോ അൽബുക്കർക്ക് കൊച്ചിയിലെത്തിയത് 1503 സെപ്റ്റംബറിലാണ്. പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ വരവോടെ കോഴിക്കോട് സൈന്യം എന്ത് ചെയ്യുകയും ചെയ്തു, പിൻവാങ്ങുകയും ചെയ്തു എന്നാണ്.